ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്ത് കേരളം. ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ ഊർജിതം. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള ടി.വി.കെ സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. വേനൽ മഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാന ഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള ടി.വി.കെ സർക്കാർ നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ 144 MLA-മാർ വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. അതേസമയം 22 MLA-മാർ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് N. രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാസ്നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. AINRC നേതാവ് മല്ലാടി കൃഷ്ണറാവു, BJP-യിലെ A. നമശിവായം എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ച അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടെ മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം വിളിച്ചു ചേർത്തു. പാണക്കാട്ടെ യോഗത്തിൽ ലീഗിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായേക്കും. P.K. കുഞ്ഞാലിക്കുട്ടി, P.K. ബഷീർ, KM ഷാജി, N. ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. AKG സെന്ററിലാണ് 2 ദിവസത്തെ യോഗം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്ത കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ പരിഗണിക്കുമെന്നാണ് സൂചന. ഇന്ത്യൻ റഗ്ബി ടീമിൽ ഇടം നേടുന്ന ആദ്യ കേരള വനിതാ കായിക താരമായി മാറിയിരിക്കുകയാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ KP ആതിര. തൃശൂർ റഗ്ബി അസോസിയേഷന് കീഴിൽ പരിശീലിക്കുന്ന ആതിര ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെൻഡിൽ നടക്കുന്ന കാസ സെവൻസ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിലാണ് ഉൾപ്പെട്ടത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ബാസ്കറ്റ്ബോളിൽ പരിശീലനം നേടാനാണ് ആതിര തൃശൂർ വിമല കോളേജിൽ എത്തുന്നത്. ഇവിടെ നിന്നാണ് തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച റഗ്ബിയിലേക്കുള്ള വഴി തുറക്കുന്നത്. കോളേജിനായി കാലിക്കറ്റ് സർവകലാശാല ഗെയിംസിൽ സ്വർണം നേടിയ ആതിര പിന്നീട് ദേശീയ സർവകലാശാല മീറ്റിൽ ജേഴ്സി അണിഞ്ഞു. തുടർന്ന് കേരളത്തിനായി കളത്തിലിറങ്ങി. മാസ്റ്റേഴ്സ് ടൂർണമെന്റിനായി പുറത്തെടുത്ത പ്രകടനമാണ് ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നത്. നിലവിൽ ഇന്ത്യൻ ക്യാമ്പിൽ വിദേശ കോച്ച് പോളിന് കീഴിലാണ് ആതിര പരിശീലനം നടത്തുന്നത്. 14-ന് താഷ്കെൻഡിലേക്ക് തിരിക്കും. 16-നും 17-നുമാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഭ്യന്തര സന്ദർശനങ്ങൾക്കുള്ള ഔദ്യോഗിക വാഹന വ്യൂഹത്തിന്റെ വലിപ്പം ഗണ്യമായി കുറച്ചു. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താതെയാണ് മാറ്റം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പരിസ്ഥിതി സൗഹൃദ ബദലുകൾ സ്വീകരിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, MLA-മാർ തുടങ്ങിയവരും വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ എത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനിടെ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി US പ്രസിഡന്റ് ടെലിഫോൺ സംഭാഷണം നടത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 197 പോയിന്റ് ഉയർന്ന് 74,756-ലും നിഫ്റ്റി 82 പോയിന്റ് നേട്ടത്തിൽ 23,461-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വൻ വർധന. പവന് 10,200 രൂപ വർദ്ധിച്ച് 1,23,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളുടെ വർദ്ധിപ്പിച്ച ഇറക്കുമതി തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിലായി.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും മറ്റ് പ്രതിനിധികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 റായ്പൂരിലാണ് മത്സരം. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വേനൽ മഴയെ തുടർന്ന് വൻ നാശനഷ്ടം. എറണാകുളം ജില്ലയിൽ 10ഓളം വീടുകൾ തകർന്നു. നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. മലപ്പുറം മങ്കടയിൽ ഇന്നലെ ഇടിമിന്നലേറ്റ് 4 വിദ്യാർത്ഥികൾ മരിച്ചു. കൊല്ലം ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ശാസ്താംകോട്ട മുതുപിലാക്കാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൊട്ടാരക്കരയിൽ പരസ്യ ബോർഡ് ഹൈ വോൾട്ടേജ് ലൈനിലേക്ക് വീണ് പുലമണ്ണിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. കരുനാഗപ്പള്ളിയിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി. ചിറ്റുമൂല നഴ്സറിമുക്കിൽ മരം വീണ് പുതിയകാവ് ചക്കുവള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കുളത്തൂപ്പുഴയിൽ കനത്ത മഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ മരക്കൊപ്പൊടിഞ്ഞ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് വീണു. പത്തനാപുരം കുന്നിക്കോട് കോട്ടവട്ടത്ത് ഇടിമിന്നലേറ്റ് ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. മഴയും ശക്തമായ കാറ്റും പലയിടത്തും വ്യാപകമായ കൃഷിനാശത്തിനും ഇടയാക്കിയിട്ടുണ്ട്. മങ്കടയിൽ ഇടിമിന്നലേറ്റ് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ച് മുൻ മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടിമിന്നൽ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആകാശവാണി 90ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാർ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. ആകാശവാണി 90ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിച്ചു. കവി PP ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നട അടയ്ക്കുക. കൊല്ലം ചാത്തന്നൂരിൽ MDMA കടത്ത് പിടിക്കാൻ ശ്രമിച്ച പോലീസ് സംഘത്തിന് നേരെ കാർ ഇടിച്ച് കയറ്റി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ഡാൻസ് അപ്പ് സംഘം സാഹസികമായി പിടികൂടിയ കാരങ്കോട് സ്വദേശി സനോജിൽ നിന്നും 10 ഗ്രാം MDMA കണ്ടെടുത്തു. വയനാട് ചീരാലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ആക്രമണത്തിൽ വളർത്തുപോത്ത് ചത്തു. മുത്താച്ചി കുനിയിൽ ബൈജുഷ് ബാബുവിന്റെ പോത്തിനെയാണ് കടുവ ആക്രമിച്ചത്. വനപാലക സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മുൻ കേന്ദ്രമന്ത്രി മുലായം സിംഗ് യാദവിന്റെ മകനും സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവിന്റെ സഹോദരനുമായ പ്രതീക് യാദവ് അന്തരിച്ചു. 38 വയസ്സായിരുന്നു. BJP നേതാവും ഉത്തർപ്രദേശ് വനിതാ കമ്മീഷൻ ഉപാധ്യക്ഷയുമായ അപർണ ബിഷ്ത് യാദവാണ് ഭാര്യ. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്ത് കേരളം. ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ ഊർജിതം. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനോപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റും തുടരും. വേനൽ മഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.